ഈ ചെമ്പൂക്കാവ് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്താണ്. മതിൽക്കെട്ടിനകത്ത് ഇതാ രാമൻ തയ്യാറായിരിക്കുന്നു. തിടമ്പ് അല്പസമയത്തിനകത്ത് തന്നെ ഏറ്റവും പുറത്ത് കോലമിരിക്കുന്നുണ്ട്. 4 തവണയാണ് ക്ഷേത്രത്തിന് ചുറ്റും തിടമ്പുമായി മേൽശാന്തി വലം വയ്ക്കുക. അതിനുശേഷമാണ് നേരെ ഈ കോലത്തോടു കൂടി തിടമ്പിനെ ചേർക്കുക. അതിനുശേഷം നേരെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പുറത്തേക്ക് തിടമ്പേറ്റും. ഇതിനുശേഷം 7 മണിക്ക് ശേഷം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എഴുന്നള്ളിപ്പ്. എന്തായാലും 7 മണിയോട് കൂടി തന്നെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ജവഹർ ബാലഭവൻ വഴിയാണ്. ജവഹർ ബാലഭവനിൽ നിന്ന് നേരെ ഈ ടൗൺ ഹാൾ റോഡിലൂടെ നേരെ പാറമേക്കാവ് പരിസരത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കിഴക്കേ നടയിലൂടെയാണ് അകത്തേക്ക് കയറുക. അതായത് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്തേക്ക് ചെമ്പൂക്കാവ് ഭഗവതി കയറുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുറത്തു വരികൊണ്ട് കയറുന്നത് ഈ കിഴക്കേ ഗോപുരം വഴിയാണ്. നാദസ്വരമാണ് അകമ്പടി. ഒപ്പം തന്നെ പഞ്ചവാദ്യവും അകമ്പടിയായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആ ഒരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് എല്ലാം തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവിടെ രാമൻ നിൽക്കുന്ന ആ ഒരു കാഴ്ച അത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തന്നെ തമ്പടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച, അതാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു കാഴ്ചയാണ്. കാരണം അത്രമാത്രം ആളുകളുടെ ഒരു പങ്കാളിത്തം ഇവിടെ കാണാൻ കഴിയുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ആനയോടുള്ള അകമഴിഞ്ഞ ആരാധന തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പൻ പൂരപ്പറമ്പുകളിൽ എന്തായാലും തല പൊക്കി നിന്നാൽ സ്വാഭാവികമായും അത് അങ്ങനെ തന്നെ നിൽക്കുന്ന അത് കാണാൻ തന്നെ ഒരു അഴകാണ്. ഗജശാസ്ത്ര ലക്ഷണങ്ങളെല്ലാം തന്നെ പുത്തിണങ്ങിയ കൊമ്പൻ എന്നുള്ള വിശേഷണമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ സംബന്ധിച്ചുള്ളത്. 1964 അന്ന് മോട്ടി പ്രസാദ് ആണ് ഈ ആനയുടെ പേര് ഉണ്ടായിരുന്നത്. ബീഹാർ സ്വദേശിയായിട്ടുള്ള ആനയാണ്. 1984 ഈ തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിൽ ഈ ആന എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുപക്ഷെ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി എല്ലാം തന്നെ ഒപ്പം തന്നെ ഈ നാടിന്റെ വലിയ ഘോഷം അതെല്ലാം തന്നെ ഈ ആനയിലൂടെ സാധ്യമായതാണ്. അതിന്റെ ആ ക്ഷേത്രത്തിന്റെ പേര് പോലും ആ തരത്തിലേക്ക് എല്ലാവരിലേക്കും എത്താൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നുള്ള കൊമ്പനെ കൂടി കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യം കൂടിയാണ്. കാരണം അത്രമാത്രം ഖ്യാതി ഈ ആനയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരാധകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ പൂരം റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി എല്ലാം തന്നെ ഈ തെച്ചിക്കോട്ടുകാവിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ഏതു ദിവസമായാലും അവിടെ എപ്പോഴും വലിയ രീതിയിലുള്ള ആളുകളുടെ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. ഹാഷ്മി, എന്റെ നാട് എന്ന് പറയുന്നത് ഈ തൃശൂർ ജില്ലയിൽ തന്നെയാണ്. അക്കിക്കാവ് പൂരമാണ് എന്റെ തട്ടകത്തിലെ പൂരം. ആ അക്കിക്കാവ് പൂരത്തിന് ഈ ആനയുണ്ട്. അത് എന്റെ നാട് അഗതിയൂർ ദേശം എന്ന് പറയുന്ന ദേശമാണ് എന്റേത്. തൊട്ടപ്പുറത്തുള്ള ഒരു കൊങ്ങണൂർ ദേശം എന്ന് പറയുന്ന ദേശമുണ്ട്. അവിടേക്ക് ഈ കഴിഞ്ഞ ഞാൻ ഏറ്റവും ഒടുവിൽ രാമചന്ദ്രനെ കണ്ടത് ആ ഒരു കാഴ്ചയ്ക്കാണ്. കൊങ്ങണൂർ ദേശത്തിന്റെ ഭാഗമായി ഈ ആനയെ എഴുന്നള്ളിച്ചിരുന്നു. അപ്പോൾ തന്നെ അവിടെ വലിയ ജനകീയ ഉത്സവത്തോടു കൂടിയാണ് ആളുകൾ എത്തിയത്. അത്രമാത്രം വലിയ രീതിയിലുള്ള പങ്കാളിത്തം ആ പ്രദേശത്തെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ വിവിധ ദേശങ്ങളിൽ നിന്ന് പോലും ഈ ആനയെ കാണാൻ വേണ്ടി ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു രീതി, അത് കൊങ്ങണൂർ ദേശത്തിന്റെ ഭാഗമായി ആനയെ ഇറക്കിയപ്പോൾ ഞാൻ നേരിട്ട് സാക്ഷ്യം വഹിച്ച, ഏറ്റവും അവസാനമായി സാക്ഷ്യം വഹിച്ച ഒരു സംഭവം കൂടിയാണിത്. ആ പൂരം നടന്നത്, അക്കിക്കാവ് പൂരം നടന്നത് ഫെബ്രുവരി മാസത്തിലാണ്. എന്തായാലും അതുപോലെ തന്നെ അതിന് സമാനമാണ് എല്ലായിടത്തും ഇതുപോലെ ഈ ആനയ്ക്ക് വലിയ അളവിലുള്ള ഒരു ആരാധകരുണ്ട്. ഇവിടെ ഡോക്ടർ ഗിരിദാസ് ഉൾപ്പെടെയുള്ളവർ, ആന വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഗിരിദാസ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ മേഖലയിലുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, BJPയുടെ നേതാവ്, നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാം തന്നെ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ വിവിധ ദേശങ്ങളിൽ ഇതുപോലെ തന്നെ എഴുന്നള്ളിപ്പുകൾ പുരോഗമിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതായത് അയ്യന്തോളായാലും ലാലൂരായാലും പനമുക്കിപ്പള്ളി ശാസ്താവിന്റെ അവിടെ നിന്നുള്ള എഴുന്നള്ളിപ്പായാലും അങ്ങനെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൂരത്തിന്റെ നഗരിയിലേക്ക്, അതായത് ശക്തൻ തമ്പുരാന്റെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അണുകിട വ്യത്യാസമില്ലാതെ തന്നെ ഈ ചടങ്ങുകൾ, അതായത് ഇത്രയും വർഷക്കാലമായിട്ട് പോലും, അതായത് എത്രയോ കാലമായി പോലും ഇതേ ചടങ്ങുകൾ ഇതുപോലെ കാര്യമായ മാറ്റങ്ങളൊന്നും വരാതെ ഇത് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിൽ ഈ ആനയുടെ അതായത് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ നട തള്ളി തുറക്കുന്ന ആ ഒരു ചടങ്ങ്, ആ ചടങ്ങ് സവിശേഷമാക്കിയതിൽ അല്ലെങ്കിൽ വലിയ പങ്കാളിത്തം ഉണ്ടാക്കിയതിൽ ഈ ആന വഹിച്ച പങ്ക് ചെറുതല്ല. അതായത് ഒരു ഘട്ടത്തിൽ നെയ്തലക്കാവിൽ അമ്മയുടെ പൂരത്തിന്റെ തലേനാളുള്ള വിളംബരത്തിന്റെ ഭാഗമായി ഈ ആനയെ എത്തിച്ചതോടുകൂടി അത് വലിയ പങ്കാളിത്തത്തിന് വഴിമാറുന്ന തരത്തിലേക്ക്, ഒരുപക്ഷെ പൂരത്തിന്റെ അന്നുള്ള ആളുകളെ പോലെ തന്നെ അത്രയും വലിയ അളവിൽ ആളുകളുടെ പങ്കാളിത്തം ഈ ആന വഴി ഉണ്ടായിരുന്നതാണ്. ഇന്നലെ എറണാകുളം ശിവകുമാറാണ് ഈ
നെയ്തിലക്കാവിൽ അമ്മയുടെ പൂരവിളംബരം അഴിക്കാനുള്ള ആ ചടങ്ങ് പുറത്തേറിയത് എറണാകുളം ശിവകുമാറിന്റെയാണ്. ആ എറണാകുളം ശിവകുമാറിനെ പോലെ തന്നെ അത് ഇന്നലെ വലിയൊരു പങ്കാളിത്തം നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. പക്ഷേ അതിന്റെ തുടക്കം, അതിന്റെ ഒരു പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് അത് ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തന്നെയാണ് അത് നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ചെമ്പൂക്കാവ് ദേശത്തെ സംബന്ധിച്ചോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. നേരത്തെ ഇവിടുത്തെ ദേവസ്വത്തിന്റെ എല്ലാം തന്നെ ഭാരവാഹിത്വത്തിൽ കൂടിയുള്ള മഹേഷ് അത് സൂചിപ്പിക്കുകയുണ്ടായി. വലിയ സന്തോഷമാണ്. കാരണം അത് പൂർണ്ണമായും ഇതിപ്പോൾ തിടമ്പുമായി മേൽശാന്തി പുറത്തേക്ക് വന്നിരിക്കുന്നു. തിടമ്പ് ഇനി കോലത്തിൽ ചേർക്കും. ആ കോലത്തിൽ ചേർക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അത് നേരെ പുറത്ത് കയറ്റും, എഴുന്നള്ളിപ്പ് തുടങ്ങും. അതായത് ഈ ചെമ്പുക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാദസ്വരവും ഒപ്പം തന്നെ പഞ്ചവാദ്യവുമാണ് അകമ്പടി. എന്തായാലും പഞ്ചവാദ്യവും നാദസ്വരവും അകമ്പടി ആയിക്കൊണ്ടാണ് ഈ യാത്ര തുടങ്ങുക. അതായത് വടക്കുന്നാഥിന്റെ തട്ടകത്തിലേക്ക്, അതായത് പൂരത്തിന്റെ മണ്ണിലേക്ക്, അതായത് സ്വരാജ് റൗണ്ടിലേക്ക് യാത്ര തുടങ്ങുക. ആ ഒരുക്കങ്ങൾ അതാണ് നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഈ കിടമ്പ് കോലത്തോട് ചേർക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഈ ആചാര വിധിപ്രകാരമുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. അണുകിട വ്യത്യാസമില്ലാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആചാരവുമായി ഈ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പാലിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. ഇത്ര കാലമായിട്ടും അത് അതായത് എത്രയോ തെച്ചിക്കോട്ട് രാമന്റെ കാര്യങ്ങൾ പറയുന്നു. രാമനെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. രാമൻ മാത്രമല്ല, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, തിരുവമ്പാടി കണ്ണൻ, കുട്ടംകുളങ്ങര അർജുനൻ, ഗുരുവായൂർ രാജശേഖരൻ, പുതുപ്പള്ളി സാധു, ഊട്ടുപള്ളി അനന്തൻ, ഊക്കൻ കുഞ്ചു, ചിറക്കര ശ്രീരാം, അങ്ങനെ പോകുന്നു. തിരക്ക് വരികയാണ്. അത് പറഞ്ഞാൽ സ്വരാജ് വരുന്നുണ്ട്. സ്വരാജ് നേരത്തെ എത്തിയിരുന്നു. ഏതായാലും നേരത്തെ ഇവിടെ വരുമ്പോൾ 10, 600, 500, 500, 1000 പേരൊക്കെ ആണെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുമായി കണിമംഗലം ശാസ്താവ് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് ഇങ്ങോട്ടേക്ക് അത് എത്തുകയാണ്. ആ എഴുന്നള്ളത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതാദ്യ വരവാണ്. ഈ വരവാണ് എന്താണ് ഈ പ്രധാന മഞ്ഞ് വെയില് മഴ ഒന്നും കൊള്ളാതെ ഉള്ള ബൃഹസ്പതി ദേവഗുരു ഇതാ വരികയാണ്. ഒന്ന് പറഞ്ഞാൽ കേവലം ആനകൾ മാത്രമല്ല, കേവലം ആനകളും എഴുന്നള്ളത്തും മാത്രമല്ല, ഒരാൾപൂരം തന്നെ കൊണ്ടുവരുന്നുണ്ട് കണിമംഗലം ശാസ്ത്ര. 1, 2, 3, 4, മൊത്തം 7 ആന അല്ലേ? 7 ആനയാണ്. 1, 2, 3, 4 ആനെ കണ്ടു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരാള് വരിക എന്നുള്ളതല്ല, ഒരു ശാസ്താവിനെ എഴുന്നള്ളിച്ച് ഇങ്ങനെ വരുമ്പോഴേക്കും ദേശം മുഴുവൻ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. എത്ര ആൾക്കൂട്ടമുണ്ടോ അത്രയും അവർക്ക് അഭിമാനമാണ്. ഓരോ തവണയും ആ പൂരം കൊഴുപ്പിക്കാനായിട്ട് ദൂരദേശങ്ങളിൽ നിന്നുള്ളവരൊക്കെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് പൂരക്കാലമാണ്. ആ പൂരക്കാലത്തിന്റെ ആവേശത്തിൽ അതാ വരുന്നത്. ഒറ്റ നമ്പറുകളാണ് ഇപ്പോൾ. അപ്പൊ ഹാഷ്മി പറഞ്ഞത് ശരിയാട്ടോ. ഹാഷ്മിയുടെ കാഴ്ച ഈ ഉയരമുള്ളതുകൊണ്ട് എവിടേക്ക് നോക്കിയാലും കാണാം. എനിക്കാണെങ്കിൽ അത്ര കാണാനും പറ്റുന്നില്ല. അപ്പൊ നമ്മള് 336 അതിന്റെ ബാക്കിയുള്ള 7 50 ആനകളെ വെച്ച് ഇങ്ങനെ പാറമേക്കാവും തിരുവമ്പാടിയും ഓരോ ചെറുപൂരങ്ങൾക്കുമായുള്ള ആനകളെ വിഭജിച്ച് നൽകും. 7, 9 അങ്ങനെ വന്നുകൊണ്ടേ 7 ആനകളുമായി വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് കണിമംഗലം ശാസ്താവ് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ശിഷ്യനെ കാണാൻ അസാധ്യമായ കാഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ പുലർകാലത്തെ സൂര്യൻ അതിന്റെ നെറ്റിപ്പട്ടത്തിൽ തട്ടിത്തിളങ്ങുന്നുണ്ട്. അസാധ്യമായ മനോഹരമായ കാഴ്ചയാണ്. ആ കാഴ്ച എങ്ങനെ വാക്കുകൾ വിവരിക്കണമെന്ന് അറിയില്ല. അത്